ദാരുണമായ സംഭവമാണ്, സംഭവിക്കാൻ പാടില്ലാത്തതാണ്, അപകടമാണ്. ആദ്യം ഇനിയും പരിക്ക് പറ്റിയ രണ്ടുപേരുണ്ട്. അവരുടെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ട് കോർപ്പറേഷൻ മേയറും ഉൾപ്പെടെയുള്ളവരും മെഡിക്കൽ കോളേജിലുണ്ട്. 3 പേര് ഇവിടെ ഉണ്ട്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്, സംഭവിച്ചു. എൻ്റെ അറിവിൽ അത് അവിടെ ഒരു അൺഫിറ്റ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത് പിന്നെ അങ്ങനെ പ്രവർത്തിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശമൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയുള്ള കൗൺസിലർമാരും അങ്ങനെ ഒരു ആവശ്യം കോർപ്പറേഷനിൽ ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഞാൻ അന്വേഷിച്ചപ്പോൾ, മേയറുമായിട്ട് അന്വേഷിച്ചപ്പോൾ കോർപ്പറേഷൻ കൗൺസിലർമാർ അവരൊക്കെയാണല്ലോ, ഒരു കൂട്ടായ്മയാണല്ലോ ഇത്. ഒറ്റയ്ക്ക് ആരും ഒരു മേയറോ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയറോ അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്ന് പറയുന്ന എല്ലാം കൂടിയാണല്ലോ. അവിടെയുള്ള കോർപ്പറേഷൻ കൗൺസിലർമാരൊക്കെ നിരന്തരമായി അവിടെയൊക്കെ ഇടപെടുന്ന ആളുകളാണ്. അവരാരും അങ്ങനെ ഒരു ആവശ്യവും ഇതുവരെ ഉന്നയിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി കൊണ്ടുപോകുന്നത് ഒരു ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായമുള്ളത്. ഇതൊരു അപകടമായി കാണണം. ആ അപകടത്തിൽ പരിക്ക് പറ്റിയവർക്കും അതുപോലെ തന്നെ ജീവൻ നഷ്ടപ്പെട്ടവർക്കും എന്താണോ നമുക്ക് ഇനി ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം അവർ നഷ്ടപ്പെട്ടു, അപകടം സംഭവിച്ചും പോയി. ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായം ഒരു കോഴിക്കോട്ടുകാരൻ എന്നുള്ള നിലക്ക് പറയാനുണ്ട്. വല്യങ്ങാടി പോലത്തെ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ഒരു വ്യാപാര കേന്ദ്രത്തിലാണ് ഈ അപകടം ഉണ്ടായത്. കോഴിക്കോട് തന്നെ ഇപ്പോൾ പച്ചക്കറി മാർക്കറ്റ് നിങ്ങൾക്കറിയാം, ഇവിടുന്ന് മാറ്റി അതിൻ്റെ ഇതേപോലെ കുറച്ച് വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പച്ചക്കറി മാർക്കറ്റ് കോഴിക്കോട്ട് നിന്ന് തൊട്ടപ്പുറത്തേക്ക് മാറ്റി സ്ഥാപിച്ചു. ഇവിടെ നമ്മുടെ സെൻട്രൽ മാർക്കറ്റ് ഇതുപോലെ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടി അത് പൊളിച്ചു നീക്കുന്ന പരിപാടികളുമായിട്ട് അതിൻ്റെ പണം വെച്ചു, അതിൻ്റെ പദ്ധതികളുമായിട്ട് പോയി. ഇപ്പോൾ നമ്മുടെ വല്യങ്ങാടിയിലെ കെട്ടിടങ്ങളും അതുപോലെ നിരവധി കെട്ടിടങ്ങൾ ഇതുപോലെ ഫണ്ട് വെച്ച് പിന്നെ കോർപ്പറേഷൻ തന്നെ ആലോചിച്ച് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാനൊക്കെയുള്ള ആലോചന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ DPR മറ്റും തയ്യാറായി എന്നുള്ളതാണ്. അതിൻ്റെ സാങ്കേതികത്വമൊക്കെ കോർപ്പറേഷൻ അധികാരികൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇനി പറയുകയും ചെയ്യും. എന്തു തന്നെ ആയാലും ഈ അപകടമാണ്. പൊതുവെ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ഇനി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇനിയും ഇതുപോലെ ഏതെങ്കിലും അപകടാവസ്ഥയിലുള്ള കെട്ടിടങ്ങളുണ്ടെങ്കിൽ അതിന് മുൻകരുതലുകൾ എടുത്ത് ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഈ അപകടത്തിൽപ്പെട്ട് മരണമടഞ്ഞവർക്കും അതുപോലെ തന്നെ പരിക്ക് പറ്റിയവർക്കും ആവശ്യമായ സഹായങ്ങൾ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത്, ഇനി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ആലോചനയാണ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടത്. പക്ഷേ അതൊരു പ്രശ്നം. ഈ കൗൺസിലിൽ തന്നെ ഈ കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളെക്കുറിച്ചുള്ള ചർച്ച വന്നിരുന്നു. അതിലൊന്ന് ഈ കെട്ടിടമായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് അൺഫിറ്റ് ആണ് എന്ന സർട്ടിഫിക്കറ്റ് തരേണ്ടത് ആരാണ്, എന്തുകൊണ്ട് അൺഫിറ്റ് തന്നില്ല എന്നൊരു ഉത്തരം ശരിക്കും കോർപ്പറേഷൻ അധികാരികൾ തന്നെ പറയേണ്ടതല്ലേ? കാരണം കാലപ്പഴക്കം ചെന്നതാണ് പരിശോധിച്ച് ബോധ്യപ്പെട്ടു. ഞാൻ ഈ സംഭവം ഉണ്ടായപ്പോൾ മേയറെ സംസാരിച്ചിരുന്നു, അവരുടെ നേരത്തെ ഉത്തരവാദിത്തപ്പെട്ടവരോടും സംസാരിച്ചിരുന്നു. എൻ്റെ അറിവിൽ അങ്ങനെ കോർപ്പറേഷൻ്റെ ഒരു കൗൺസിലർമാരും ഇന്ന കെട്ടിടം എന്ന് ചൂണ്ടിക്കാട്ടി അല്ലെങ്കിൽ അതിന് വേണ്ടി ഒരു നിരന്തരമായ ആവശ്യമോ അങ്ങനെ ഒരു ഇടപെടലോ ഒന്നും ആരും നടത്തിയിട്ടില്ല. ഇപ്പോൾ ഒരു അപകടം പറ്റിയ സമയത്ത് അതൊരു അവസരമാക്കി എടുക്കരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. അതല്ല ഇപ്പോൾ അതിൻ്റെ DPRും അതിൻ്റെ സാങ്കേതികത്വമൊക്കെ കോർപ്പറേഷൻ അധികാരികൾ പറയും. ഞാനത് പറയാൻ ആളല്ല, ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അപകടത്തിൽപ്പെട്ട അതിൽ ചികിത്സ ആവശ്യമുള്ളവർക്ക് ചികിത്സ കൊടുക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ, ഇപ്പോൾ മരണപ്പെട്ടവരുടെ ഈ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇടപെടുക, അവരുടെ കുടുംബത്തിന് ആവശ്യമായ മറ്റു കാര്യങ്ങൾ, ഇവരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബാക്കി നമുക്ക് പരിശോധിക്കാം. അറിഞ്ഞൂടാ, ഇപ്പോൾ അങ്ങനെ എനിക്കറിഞ്ഞൂടല്ലോ. ഞാനിപ്പോൾ ഈ അപകടത്തിൻ്റെ വാർത്ത കേട്ട് ഇവിടെ വന്നതാണ്. വരുന്ന വഴിക്ക് ഒരു പ്രാഥമികമായി നിങ്ങളുടെ വാർത്തയൊക്കെ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മേയറുമായി സംസാരിച്ചു, അധികാരികളുമായി സംസാരിച്ചു. ഞാനിങ്ങനെ ഇപ്പോൾ കാരണം അതിന് പറയാൻ തന്നെ കാരണം വലിയ ഇങ്ങനൊരു അപകടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കോർപ്പറേഷൻ ഓഫീസിലേക്ക് തള്ളിക്കയറി പോലീസിന് പോലും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ ഇവരുടെ അടുത്ത ഒരു പ്രക്രിയയിലേക്ക് പോകാൻ പോലും പറ്റാത്ത തരത്തിൽ പോലീസിനെ ഒന്നിച്ച് അവിടെ കേന്ദ്രീകരിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുകയാണ്. നമുക്ക് ഉന്നയിക്കാനുള്ള സമയമുണ്ടല്ലോ, നോക്കാം. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളുമായിട്ട് പരിശോധിക്കാം. അപ്പോൾ നമുക്ക് പ്രതികരണം നടത്താതെ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൻ്റെ ഫയൽ നോക്കിയോ അല്ല, കുടുംബത്തിന് എന്താണോ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആലോചിക്കണം, അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. അല്ല, ഞാൻ അന്വേഷിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇവിടെ നിന്ന് ചെയ്യാൻ ഒരാളുടേത് ഇവിടെ നിന്ന് ചെയ്യാം, 2 പേരുടേത് ഇവരുടെ കുടുംബവും ആവശ്യപ്പെട്ട പ്രകാരം മെഡിക്കൽ കോളേജിൽ മാറ്റും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കമ്മീഷണറുമായിട്ട് ഇവിടുത്തെ പോലീസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരാളുടേത് ഇവിടുന്ന് ചെയ്ത് 2 പേരെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടുന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത്.